അറിയപ്പെടാൻ മുറിച്ചു നൽകുന്ന ദിവ്യ സ്നേഹകാരുണ്യമേ, അൾത്താരയിൽ നിന്നും അകതാരിലേക്ക് ഒഴുകും സ്നേഹപ്രവാഹമേ, ഒഴുകും സ്നേഹപ്രവാഹമേ. ഞാൻ സക്രാരിയുടെ മുൻപിൽ ചെലവിട്ട നിമിഷങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ. ജനീവായിലെ വിശുദ്ധ കാതറിൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ബലിയും ജീവിതവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം. കുർബാനയുടെ ആഴങ്ങളിലേക്ക്, അനുഭവങ്ങളിലേക്ക് ഇറങ്ങുവാൻ, അതേക്കുറിച്ച് എത്രമാത്രം പഠിക്കാൻ സാധിക്കുമോ അത്രമാത്രം പഠിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഇപ്പോൾ തമ്പുരാൻ്റെ മുമ്പിലായിരിക്കുക. ദൈവം തന്ന ഈ വലിയ ദാനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സഭയുടെ വലിയ ആഗ്രഹം അനുസരിച്ച് ഈ കുർബാനയുടെ അർത്ഥത്തെ കൂടുതൽ മനസ്സിലാക്കുവാൻ ദൈവം തരുന്ന ഈ വലിയ നിമിഷങ്ങളെ നമുക്ക് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് തുടങ്ങാം. കുർബാനയിലെ അടയാളങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ഒക്കെ അർത്ഥത്തെക്കുറിച്ചാണ് നമ്മൾ വിചിന്തനം ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡിൽ ധൂപാർപ്പണ സമയത്തെ നമ്മളുടെ മനോഭാവം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ വിചിന്തനം ചെയ്തത്. വൈദികൻ ധൂപമർപ്പിക്കാനായിട്ട് കുന്തുരിക്കമിടുമ്പോൾ ചെല്ലുന്ന പ്രാർത്ഥനയിൽ നിന്ന് നമ്മളുടെ മനോഭാവം എന്തായിരിക്കണം എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഈ അർത്ഥമറിഞ്ഞാൽ എത്രയോ ഒരുക്കത്തോടുകൂടി ആയിരിക്കും ഈ ശുശ്രൂഷ നാം ചെയ്യുക എന്നും ഞാൻ പറഞ്ഞു. ദൈവത്തിന് ബഹുമാനം കൊടുക്കുന്ന കർമ്മമാണെങ്കിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നെ ഓർമ്മിപ്പിക്കുന്നതാണെങ്കിൽ, എൻ്റെ പാപപരിഹാരത്തിനുള്ളതാണെങ്കിൽ, ദൈവസന്നിധിയിലേക്ക് എൻ്റെ പ്രാർത്ഥനകൾ ഉയരുന്നതിൻ്റെ അടയാളമാണെങ്കിൽ, ആ ധൂപകലശം, ആ ധൂപം എത്രയോ ഭംഗിയായിട്ട് നമ്മൾ അർപ്പിക്കണം എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഈ അർത്ഥം അറിയാത്തത് കൊണ്ടല്ലേ ഒരുപക്ഷെ നമ്മൾ ഈ ധൂപക്കുറ്റി അത്ര കാര്യമായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കാത്തതൊക്കെ. നമ്മളൊരാളെ ബഹുമാനിക്കുവാനായിട്ട് അദ്ദേഹത്തിന് കുടിക്കുവാൻ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ ആ ഗസ്റ്റ് എത്രമാത്രം വലുപ്പമുള്ളയാളാണോ, ബഹുമാനം അർഹിക്കുന്ന ആളാണോ, അതനുസരിച്ച പാത്രത്തിലല്ലേ നമ്മളത് കൊടുക്കുക. ഒരിക്കലും ചെളി പിടിച്ച പാത്രത്തിൽ വൃത്തിയുള്ള വെള്ളമാണ്, ശുദ്ധജലമാണെങ്കിലും നമ്മൾ കൊടുക്കാറില്ല. കാരണം നമ്മൾ അദ്ദേഹത്തോട് കാണിക്കുന്ന ബഹുമാനത്തിൻ്റെ അടയാളമാണ്. ആരെയും കുറ്റപ്പെടുത്തുവാൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, മറിച്ച് ഈ അറിവ് നമ്മളെ എത്രമാത്രം നമ്മളുടെ പ്രവർത്തനങ്ങളിലേക്ക് വ്യാപിപ്പിക്കണം എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്. ദൈവത്തെ ബഹുമാനിക്കാനുള്ള അടയാളമാണിതെങ്കിൽ ഈ ധൂപക്കുറ്റി എത്രയോ ഭംഗിയായിട്ട് സൂക്ഷിക്കേണ്ടവരാ നമ്മൾ. ഈ ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന എല്ലാവരും, വൈദികരും സന്യസ്തരും ആത്മായ സുഹൃത്തുക്കളുമൊക്കെ ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അവബോധമുള്ളവരായി തീരുമ്പോൾ നമ്മുടെ ഇടവക ദേവാലയങ്ങളിലെ ബലിയർപ്പണം ഒത്തിരി അർത്ഥവത്തായി തീരും, മനോഹരമായി തീരും, ദൈവത്തിന് കൂടുതൽ പ്രീതികരമായി തീരും എന്ന കാര്യം വിസ്മരിച്ചുകൂടാ. ധൂപകലശലത്തിൽ കുന്തിരിക്കമിട്ടതിനു ശേഷം വൈദികൻ ചെല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഞായറാഴ്ചകളിലും സാധാരണ തിരുനാളുകളിലും ചെല്ലുവാൻ 2 പ്രാർത്ഥനകളാണ് കൊടുത്തിരിക്കുക. ഞായറാഴ്ച ചെല്ലേണ്ട പ്രാർത്ഥനയുണ്ട്, സാധാരണ ദിവസങ്ങളിൽ ചെല്ലേണ്ട പ്രാർത്ഥനയുമുണ്ട്. ഈ പ്രാർത്ഥനയുടെ അർത്ഥമെന്ത് എന്നാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുക. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്ന് അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഇതാണ്
ഞായറാഴ്ചകളിൽ ധൂപാർപ്പണത്തിൻ്റെ തൊട്ട് മുമ്പ് ചൊല്ലുന്ന പ്രാർത്ഥന. വൈദികൻ ധൂപക്കുറ്റിയിൽ ധൂപമിട്ടതിനു ശേഷം ചെല്ലുന്ന ഈ പ്രാർത്ഥനയുടെ അർത്ഥത്തിൽ വളരെയേറെ നമ്മൾ ആകൃഷ്ടരാകേണ്ടതാണ്. വലിയ 2-3 സത്യങ്ങളാണ് നമ്മളോട് പഠിപ്പിക്കുക. സഭാവിജ്ഞാനത്തെക്കുറിച്ച് സഭ എന്താണെന്നുള്ള വലിയ കാഴ്ചപ്പാട് നമുക്ക് തരിക. അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പ്രിയമുള്ളവരെ, കുർബാന ഒരു സ്വർഗീയ ചിന്ത നമ്മിൽ ഉണർത്തുന്നു എന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. മുമ്പുള്ള എപ്പിസോഡുകളിൽ യുഗാന്ത്യത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മിശിഹാ തമ്പുരാൻ തൻ്റെ സർവപ്രതാപത്തോടുകൂടെ രണ്ടാമത് വരുന്ന സംഭവത്തെ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന പ്രാർത്ഥനയായി ഇത്. അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. മിശിഹായുടെ രണ്ടാമത്തെ ആഗമനത്തെ കാത്തിരിക്കുന്നവരുടെ സമൂഹമാണ് നമ്മളെന്ന ഓർമ്മ നമ്മൾ ഓർക്കുന്നത്. ദൈവമേ, അങ്ങയുടെ കർത്താവെ, അങ്ങയുടെ രണ്ടാമത്തെ ആഗമനത്തെ കാത്തിരിക്കുന്ന സമൂഹം പ്രാർത്ഥനയോടുകൂടെ വിളക്കുകളിൽ എണ്ണ നിറച്ച് മണവാളൻ്റെ വരവിനായി കാത്തിരിക്കുന്നവരെ പോലെ കാത്തിരിക്കുന്ന ഒരു സമൂഹമാണ് ഈ ആരാധന സമൂഹം, ഈ പ്രാർത്ഥനാ സമൂഹം. അതുകൊണ്ട് മിശിഹായുടെ രണ്ടാമത്തെ ആഗമനത്തെ എന്നെ ഓർമ്മിപ്പിക്കുന്ന നിമിഷം ഇത് മനസ്സിലൂടെ കടന്നു പോകേണ്ട ചിന്തയാണ്. അതുകൊണ്ട് ആ ശുശ്രൂഷി ഈ പ്രാർത്ഥനയുടെ തൊട്ടു മുമ്പ് പറഞ്ഞത് സമാധാനം നമ്മോടുകൂടെ. നിങ്ങളെല്ലാവരും ദൈവത്തെ സ്തുതിക്കുക. സമാധാനം നമ്മോട്, ക്രിസ്തു നമ്മോടുകൂടെ ഉണ്ട്. ചിന്തകൾ മാറിപ്പോവരുത്. ക്രിസ്തുവിൻ്റെ ആഗമനത്തെക്കുറിച്ച് ചിന്തിക്കാൻ, രണ്ടാമത്തെ വരവിനെക്കുറിച്ച് ചിന്തിക്കാൻ, അതിലുള്ള എൻ്റെ വിശ്വാസത്തെ പ്രഘോഷിക്കാൻ ഞാനെടുക്കുന്ന സമയമാണത്. കുർബാന നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന രഹസ്യത്തിൻ്റെ വ്യാപ്തിയൊന്ന് മനസ്സിലാക്കി നോക്കി. ഈ മിശിഹായുടെ രണ്ടാമത്തെ ആഗമനത്തെ എന്നെ ഓർമ്മിപ്പിക്കാൻ, ഈ രണ്ടാമത്തെ ആഗമനത്തെയാണ് സഭ കൊതിയോടുകൂടെ കാത്തിരിക്കുന്നത്. മിശിഹായുടെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കത്തോടുകൂടെ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ യോഗ്യരായി തീരണം, അതിനുവേണ്ടി കൂടെയാണ് ഈ ബലിയർപ്പിക്കുന്നത്. ഇനി എന്താ പറയുന്നത്? സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന വിശേഷണമെന്ന് ഓർത്തു നോക്കിയേ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭ, സർവ അലങ്കൃതയായ സഭ, സർവ വിശുദ്ധിയുടെയും വിളനിലമായ സഭ, ഞാൻ അംഗമായിരിക്കുന്ന സഭ എന്താണെന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്ന നിമിഷം. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറയുന്ന സഭയാണിത്. ഇത് മനസ്സിലാകണമെങ്കിൽ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ, രണ്ടാമത്തെ ലേഖനം 11-ാം അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനം പൗലോസ്ലീഹ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നത്: എന്തെന്നാൽ നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്ന പോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി. സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് എന്ന ചിന്തയാണ് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്. എങ്ങനത്തെ മണവാട്ടിയാ? നിർമ്മലയായ സർവവിശുദ്ധിയുമുള്ള ഒരു മണവാട്ടി. സഭയുടെ വിശുദ്ധിയെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കാൻ, പ്രിയമുള്ളവരെ, ആ സഭയിലെ, ആ പരമപരിശുദ്ധമായ സഭയിലെ അംഗമാണ് ഞാൻ. അതിലെൻ്റെ അശുദ്ധി എൻ്റെ സഭയ്ക്ക് കളങ്കമാവരുത് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരിക്കണം കുർബാനയുടെ സമയത്ത്. അതുകൊണ്ടാണ് കുർബാനയിൽ പങ്കെടുക്കുന്ന ദൈവജനം തങ്ങളുടെ അയോഗ്യത പല പ്രാവശ്യം ഏറ്റുപറയുന്നത് സഭയുടെ വിശുദ്ധിയെ അറിയുമ്പോഴാണ്. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിലാണ് ഞാൻ അംഗമായിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയിലെ അംഗമാണ് ഞാൻ. എൻ്റെ പാപങ്ങളും എൻ്റെ കുറവുകളും എൻ്റെ നൊമ്പരങ്ങളും എൻ്റെ സഭയെ മലിനപ്പെടുത്തരുത് എന്ന ആഗ്രഹം ഓരോ കുർബാനയിലും ഓരോ പുരോഹിതനും ദൈവജനത്തിനുമുള്ളതാണ്. അതുകൊണ്ട് എത്രയോ തവണയാണ് പുരോഹിതൻ പറയുന്നത്, ഞങ്ങൾ അയോഗ്യരാണ്. ഈ പരിശുദ്ധ സഭയിൽ അംഗമായിട്ടിരിക്കുമ്പോൾ
എൻ്റെ ഈ അയോഗ്യതകളെക്കുറിച്ച് എനിക്ക് ബോധ്യം വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. വീണ്ടും എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ ഇതേ കാര്യം വീണ്ടും നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. സഭയെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്, വില കൊടുത്ത് നേടിയെടുത്ത മണവാട്ടിയ. ഭാര്യാഭർത്തൃ ബന്ധത്തെ പൗലോസ്ലീഹ ഉപമിച്ചിരിക്കുക ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തോടു കൂടിയാണ്. എന്നിട്ട് പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നു, 5-ാമത്തെ അധ്യായം എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 26-ാമത്തെ തിരുവചനം, അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇതവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയായിരിക്കുന്നതിന് വേണ്ടിയാണ്. സഭാ വിജ്ഞാനീയത്തെ വളരെയേറെ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ. കുർബാനയിലൂടെ അനാവൃതമാകുന്ന പ്രഘോഷിക്കപ്പെടുന്ന ഒരു സഭാവിജ്ഞാനീയമുണ്ട്, ഒരു സഭാശാസ്ത്രമുണ്ട്. സഭ വിശുദ്ധിയാണ്. ക്രിസ്തു തൻ്റെ രക്തത്താൽ നേടിയെടുത്തവളാണ്. അവളുടെ പാപങ്ങൾക്ക് ക്രിസ്തു പരിഹാരം ചെയ്തതാണ്. ഈ സത്യമാണ് ഈ പ്രാർത്ഥനയിലൂടെ എന്നെ ഓർമ്മപ്പെടുത്തുക. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭ. പ്രിയമുള്ളവരെ, എൻ്റെ സഭയെക്കുറിച്ചുള്ള ചിന്ത എങ്ങനെയാണ്? ഞാൻ അംഗമായിരിക്കുന്ന സഭ വിശുദ്ധയായ സഭയാണ്. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്നാണ് വിശ്വാസ പ്രമാണത്തിൽ ഞാൻ ചൊല്ലുക. പരിശുദ്ധയാണ് സഭ. ആ പരിശുദ്ധയായ സഭയിൽ എനിക്ക് അംഗത്വം ലഭിച്ചതിൽ ഞാൻ എത്രയോ ഭാഗ്യമുള്ളവനാണ്. എത്രമാത്രം ദൈവത്തിന് നന്ദി പറയേണ്ടതാണ്. ദൈവത്തിന് നന്ദി പറയാനുള്ള എൻ്റെ വലിയ പ്രധാനപ്പെട്ട കാരണം ഈ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ എനിക്ക് അംഗമാകാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വലിയ സത്യത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ പ്രാർത്ഥന എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. വീണ്ടും സാധാരണ ദിവസങ്ങളിൽ ചെല്ലുന്ന പ്രാർത്ഥനയും ഇതേ കാര്യം തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ 2 പ്രാർത്ഥനകളിലും ആവർത്തിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിലാണ് ഞാൻ അവിടുത്തെ ആരാധിക്കുന്നത്. ആരാധന എന്ന് പറയുന്നത് സഭയുടെ പരസ്യമായ ഒരു കർമ്മമാണത്. സഭയൊന്നു ചേർന്ന് ആരാധിക്കുന്നത്, സഭയോട് ചേർന്നാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, സഭയോട് ചേർന്നാണ് ഞാൻ ആരാധിക്കേണ്ടത്, സഭയിലാണ് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളുടെ ഈ സഭാത്മക മാനം നമുക്കറിയണം. പലപ്പോഴും പലരും പറയാറില്ലേ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പള്ളിയിൽ പോയില്ലെങ്കിലും. ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് നടക്കുന്നത്, ഞാൻ പള്ളിയിൽ പോകുന്നില്ലെന്നേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ സഭയിൽ അംഗമായിരിക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കേണ്ടത് സഭയോട് ചേർന്നാണ്, സഭയോട് കൂടെയാണ്. ഈ സഭയാത്മക മാനമാണ് നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോയിരിക്കുക. ഞായറാഴ്ച ഒന്നിച്ചു കൂടുക സഭയോടൊത്ത് പ്രാർത്ഥിക്കാനാ, സഭയോടൊത്ത് ദൈവത്തിന് നന്ദി പറയാനാ, സഭയായി സമ്മേളിക്കാനാ. ഈ ഒരു വലിയ സത്യം ഈ പ്രാർത്ഥനകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തനിച്ചു പ്രാർത്ഥിക്കാവുന്നതൊന്നല്ല, അതിനും അപ്പുറം ദൈവത്തെ ഞാൻ സഭയിൽ മഹത്വപ്പെടുത്തണം, സഭയോട് ചേർന്ന് മഹത്വപ്പെടുത്തണം. അതുകൊണ്ട് കുർബാനയിൽ എനിക്കിഷ്ടമുള്ള പ്രാർത്ഥനകൾ ചെല്ലാതെ സഭ ചൊല്ലി തരുന്ന, സഭ എന്നെ പഠിപ്പിച്ച പ്രാർത്ഥനകൾ ചെല്ലാനുള്ള കാരണം ഇതാണ്. സഭയെയാണ് ക്രിസ്തു ഫലമേൽപ്പിച്ചത് കുർബാന. ഈ സഭയിലൂടെയാണ് കുർബാന ആഘോഷിക്കപ്പെടേണ്ടതും തുടരേണ്ടതും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സഭാത്മക മാനത്തെ മറന്നു പോകരുത്. നമ്മൾ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് വരുമ്പോൾ എന്താണ് പ്രാർത്ഥനയിൽ പറഞ്ഞത്? അങ്ങ് നൽകിയിട്ടുള്ളത് എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും. ഒന്ന് അനുഭവത്തോടുകൂടെ ഈ കുർബാന അർപ്പിക്കണമെങ്കിൽ ഈ പ്രാർത്ഥനയുടെ അർത്ഥത്തെക്കുറിച്ച് ഒരു നിമിഷം ഒന്ന് ധ്യാനിച്ചാൽ മതി. അങ്ങ് നൽകിയിട്ടുള്ളത് എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്.
പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ എത്രയോ നിമിഷങ്ങളിൽ, ജീവിതത്തിൻ്റെ സർവ്വ സമയവും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ജീവിച്ചവരാ ഞാനും നിങ്ങളും. ദൈവം തുണയായതുകൊണ്ട് മാത്രം ജീവിച്ചവർ. ഒരു നിമിഷത്തെ അപകടത്തിൽ എൻ്റെയും നിങ്ങളുടെയും ജീവൻ നഷ്ടപ്പെടാമായിരുന്നു. ഒരു വേള ശ്വാസമൊന്ന് നിലച്ചാൽ എൻ്റെ ജീവിതം അസ്തമിച്ചതാണ്. ഇനി കുർബാനയിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന 1000 വികാരങ്ങളുണ്ടാവണം അങ്ങ് നൽകിയിട്ടുള്ളത്. എന്നാൽ എത്രയോ തവണ അതിനൊന്നും ഞാൻ നന്ദി പറയാതിരുന്നിട്ടുണ്ട്. അതിനു മുഴുവൻ ഞാൻ നന്ദി പറയുകയാണ്. ഈ ഒരാഴ്ചക്കാലം എൻ്റെ ജീവിതത്തിൻ്റെ തിരക്കുകളുടെ ഇടയിലൂടെ ഞാൻ നടന്നു പോയപ്പോൾ ദൈവത്തെ മറന്ന, ദൈവത്തെ സ്തുതിക്കാത്ത, ദൈവത്തെ ആരാധിക്കാത്ത എത്രയോ ദിവസങ്ങളും എത്രയോ മണിക്കൂറുകളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവയെ മുഴുവൻ ഈ ദേവാലയത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ് അങ്ങ് നൽകിയിട്ടുള്ളത്. എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ വികാരത്തോടു കൂടെ കുർബാനയിൽ നമുക്ക് പങ്കെടുക്കാം. ദൈവം തന്ന സർവ്വ അനുഗ്രഹങ്ങളെയും ഒരു നിമിഷം മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഈ പ്രാർത്ഥന നമ്മളെ സഹായിക്കണം. സർവ്വ പരിശുദ്ധിയും നിറഞ്ഞ സഭയിൽ അംഗമാകാൻ സാധിച്ചു എന്നുള്ള വലിയ അനുഗ്രഹം, അതിന് ഞാനും നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഈ സഭയിൽ അംഗമാകാൻ പറ്റിയത് കൊണ്ട്, ആ ഒറ്റ കാര്യം കൊണ്ടല്ലേ ഈ കുർബാനയിൽ പങ്കെടുക്കാൻ എനിക്ക് പറ്റുന്നത്. എത്രയോ മനുഷ്യർ ഈ സഭയിൽ ഒരു അംഗമാകാൻ കൊതിയോടെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ മറ്റു പല കാര്യങ്ങൾ കൊണ്ടും അംഗമാകാൻ പറ്റാതിരിക്കുന്നവർ. അപ്പോൾ എനിക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളുടെ വലുപ്പമൊന്നോർത്ത് നോക്കി, കണക്കുകളൊന്നോർത്ത് നോക്കി. അതിന് മുഴുവൻ നന്ദി പറയുന്ന നിമിഷമാണ് കുർബാനയുടെ നിമിഷം. ഈ ചിന്തകൾ മനസ്സിലാക്കിക്കൊണ്ട് കുർബാനയിലെ ഈ പ്രാർത്ഥനകളിൽ നമുക്ക് പങ്കെടുക്കാം. വൈദികൻ ഈ പ്രാർത്ഥന ചെല്ലുന്ന നിമിഷം എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന സകല അനുഗ്രഹങ്ങളെയും മനസ്സിൽ കൊണ്ടുവരാനും, നന്ദി പറയാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് വേദനയോടുകൂടെ എനിക്കാവുന്ന വിധത്തിൽ കുർബാനയിലൂടെ തമ്പുരാന് നന്ദി പറയാനും ഇനിയുള്ള കുർബാനയുടെ സമയങ്ങളിൽ നമുക്ക് പരിശ്രമിക്കാം. ഒരിക്കൽ കൂടി ആ പ്രാർത്ഥനയൊന്ന് കേട്ടു നോക്കിയേ. അങ്ങ് നൽകിയിട്ടുള്ളത്, എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. പ്രിയമുള്ളവരെ, അനുഭവത്തോടുകൂടെ കുർബാന അർപ്പിക്കാൻ ഈ വാക്കുകളോട് നമ്മുടെ മനസ്സിനെ ഒന്ന് ചേർത്താൽ മതി. ജീവിതത്തിലെ സർവ്വ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലെ കുർബാനയിൽ നമുക്ക് പങ്കെടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എനിക്കു നൽകപ്പെട്ട വരദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ദിവ്യബലി അർപ്പണമാണ്. ദൈവം തൻ്റെ സ്നേഹാതിരേകത്താലാണ് ഈ രഹസ്യം സ്ഥാപിച്ചത്. അതുകൂടാതെ ഈ ലോകത്തിൽ രക്ഷയുണ്ടാകുമായിരുന്നില്ല. വിശുദ്ധ ഉഡോൺ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുനാ
നീ വരുമ്പോഴെന്നാനന്ദം വർണ്ണ്യമല്ല. വാ വാ യേശുനാഥ. പൂക്കൾക്കില്ല പ്രഭ, തേൻ മധുരമല്ല. തീർത്തു കൊള്ളാം ഞാൻ നല്ലൊരു പൂമണ്ഡപം. വാ വാ യേശുനാഥ. വാ